ഹായ് ഫ്രണ്ട്സ്, ഞാൻ മനോജ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ അനീഷ് വർഗീസും ചേർന്നിട്ട് ഒരു ഇൻറ്ററാക്റ്റീവ് ഇൻഫോർമേറ്റീവ് ഒരു ലൈവ് സെഷനുമായിട്ട് എത്തുന്നുണ്ട്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഹായ് എവരി വൺ. ഞാൻ മനോജാണ്, മനോജ് മാധവൻ. ഞാൻ കൊല്ലമാണ് സ്വദേശം, ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും സർവോപരി എൻ്റെ ഒരു ബ്രദർലി ഹുഡ് റിലേഷൻഷിപ്പുമായിട്ടുള്ള അനീഷ് ഏട്ടനെ ഇന്ന് എനിക്കൊന്ന് അദ്ദേഹമായിട്ടൊന്ന് സംവദിക്കാനുള്ളൊരു വേദിയാണ് ഇന്ന്. ഞാൻ എന്താ പറയുന്നത്, ഇന്ന് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. സോ അനീഷേട്ടാ, മനോജ് ഭായ്. അനീഷേട്ടാ, എനിക്കിന്ന് അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇത് എനിക്കറിയാം, പക്ഷേ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജേണി അറിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ജേണി ഒന്ന് അറിയുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിന്ന് ആക്ച്വലി അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു സെഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇരുന്നത് തന്നെ. അന്വേഷിട്ടാ, എങ്ങനെയാണ് നമ്മൾ കാരണം ഇന്ന് ഇഷ്ടംപോലെ കമ്പനികൾ ഈ മാർക്കറ്റിലുണ്ട്, നൂറുകണക്കിന് കമ്പനികൾ വന്നും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വിവ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തി? ഇതാണ് എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മനോജ് ഭായ്, നമ്മൾ ശരിക്കും നമ്മുടെ ജേണി വിവയിലേക്ക് വരുന്നതിൻ്റെ ഒരുപാട് കാലം മുമ്പ് ഒരുമിച്ച് തുടങ്ങിയവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്നൊരു കാര്യം, നമ്മളെപ്പോഴും പലപ്പോഴും സംസാരിച്ചൊരു കാര്യമാണ്. നമ്മൾ ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നല്ല വരുമാനം നമുക്ക് നേടാൻ പറ്റി, പക്ഷേ ചില ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസ്റ്റിലേക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് വരിക എന്നുള്ളത്, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് ഇത് വളരുക എന്നുള്ളത് നമ്മളെപ്പോഴും ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് ഈ ഇല്ലീഗൽ ഇഷ്യൂസൊക്കെ നമ്മൾ ആ ഒരു ഫ്രെയിം വർക്കൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരിക്കലും ഒരു പാർട്ട് ടൈമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യമല്ല, നമ്മുടെ ഒരു കരിയറാണ് നമ്മളിതിലൂടെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വളരണമെങ്കിൽ നമുക്കിതൊരു കരിയറായിട്ട് എടുക്കാൻ പറ്റുന്നൊരു കമ്പനി ആയിരുന്നു എപ്പോഴും നമ്മുടെ ഒരു പ്ലാൻ. എനിക്ക് തോന്നുന്നു ഫൈനലി നമ്മൾ എത്രയോ അല്ലേ ഒരുപക്ഷെ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്ത് എത്രയോ വർഷം, എത്രയോ നാളുകൾ അത് ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയാൻ വയ്യാത്തൊരു സംഗതിയാണ് നമ്മളിതിലേക്ക് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതെ, കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു പ്രശ്നങ്ങളിലൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കമ്പനികൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കമ്പനികൾ ഒരുപാട് കമ്പനികൾ നമ്മൾ സെർച്ച് ചെയ്തു, ഒരുപാട് കമ്പനികളുടെ പ്രോഡക്ട്സും പ്ലാനും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു ആ സമയത്ത്. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോറിൻ കമ്പനീസ് നമ്മൾ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഈ മാർക്കറ്റുമായിട്ടുള്ള ഒന്ന് പോപ്പപ്പ് ചെയ്യാൻ അവർക്ക് അറിയില്ല. അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകും. അന്നേരം നമ്മൾ ആദ്യം തീരുമാനം എടുത്തു, ഇനി വേണ്ട, ഫോറിൻ കമ്പനീസ് വേണ്ട എന്നുള്ള കാര്യം. അതിനുശേഷമാണ് നമ്മൾ എത്തിയത്. ശരിക്കും നമ്മളെന്ന് പറയുന്ന ഒരു കാര്യം, നമുക്കിത് വളരെ ലോങ് ടൈമിലേക്ക് മുന്നോട്ട് പോകണം. ശരിക്കും സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റണം. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ കസ്റ്റമർ ഹാപ്പി ആയിട്ടിരിക്കൂ. പക്ഷെ കസ്റ്റമർ ഹാപ്പി ആയിരുന്നു മാത്രം കാര്യമില്ലല്ലോ. ഇതുമായിട്ട് കൊണ്ടു നടക്കുന്ന, ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവർക്ക് ഒരു ഫുൾ ടൈമറായിട്ട് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ട് വരുമാനം കിട്ടിയില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അനീഷിട്ടൻ ഓർക്കുന്നൊന്നും അറിയത്തില്ല. അന്ന് ഈ ഒരു ഡിസ്കഷന് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ, നമ്മളിങ്ങനെ ഒരു എന്താ പറഞ്ഞത്, നമ്മളൊരു ഒരു യാത്രയായിരുന്നു അത്. ഈ സമയത്തേക്ക് നമ്മൾ ഈ ഫോറിൻ കമ്പനീസിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആണ്, പക്ഷേ അട്ടർ വേസ്റ്റ് പ്ലാൻ ആണ്. അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം വെച്ചാൽ ആ ഫോറിൻ കമ്പനികളുടെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റും ബെസ്റ്റ് ഒരു പ്ലാനും ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോകം കീഴടക്കാൻ പറ്റും. ശരിക്കും അപ്പം ഞാൻ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതുമായിട്ട് ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പല ആൾക്കാരും അവർ റാങ്ക് വൈസ് ഒക്കെ ഈ ഫോറിൻ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വലിയ റാങ്ക് ഒക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഡബിൾ ഡയമണ്ടോ അങ്ങനെയൊക്കെ വലിയ ട്രിപ്പിൾ ഡയമണ്ടോ 5 പൈസയില്ല, അതാണ് അവസ്ഥ. വളരെ ചെറിയൊരു വരുമാനം നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഈ ഫോറിൻ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രശ്നം കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരിക്കലും ഒരു ഫോറിൻ കമ്പനിയുടെ ഒരാള് വലിയൊരു സംഭവമാണ്, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളെ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് പിന്നെ വളരെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇൻകം കിട്ടുന്നൊക്കെ പറയും, അവകാശവാദങ്ങളാണ്. ഇറങ്ങിയ സമയത്തേക്ക് പുള്ളി എന്തോന്ന് വെച്ചാൽ ഒരു ലോൺ എടുക്കാൻ വന്നേക്കാണ്, എന്താ വെച്ചാൽ ഒരു ബൈക്ക് മേടിക്കും.
മനസ്സിലായല്ലേ? ആ. അപ്പൊ അതൊക്കെ നമ്മളെ ഒത്തിരി ഭയങ്കരമായിട്ട് ഇരുത്തി ചിന്തിച്ച് ചിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതാണ് ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു സാധ്യത മനസ്സിലാക്കി ശരിക്കും ഒരു എന്റർപ്രണർ ജേണിക്ക് റെഡിയായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ഇവൻ പാർട്ട് ടൈം ആയിട്ട് തന്നെ ഇത് ബിൽഡ് ചെയ്യാൻ താല്പര്യം ഒരുപാട് ആൾക്കാർ. പക്ഷെ പല ആൾക്കാരും പുറകോട്ട് നിൽക്കുന്നൊരു കാരണം അവർ ജസ്റ്റ് ഒരു പ്രോഡക്റ്റിന് വേണ്ടി മാത്രമല്ലല്ലോ വരുന്നത്. അവർക്ക് നല്ല വരുമാനം കിട്ടണം, ഒരു പ്രൊഫഷനായിട്ട് ഇത് കൊണ്ടുകിടക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ആ സമയത്ത് ഒരു പല സംഭവം നമ്മൾ മുട്ടിയും തട്ടിയും നോക്കിയിട്ടും ഒന്നിൽ പോലും അത് നമുക്കൊരു പ്രൊഫഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ എനിക്ക് സത്യമായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് സത്യമായിട്ട് അങ്ങനെ ഒരു ഫീല് വന്നിട്ടേ ഇല്ല. ശരിക്കും ആ ഒരു ഫീല് എനിക്ക് വരുന്നത് ഞാൻ വിവയുടെ പ്രോഡക്റ്റും വിവയുടെ പ്ലാനും വിവയുടെ ഒരു വിഷനും അത് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ വന്നത്. അനീഷേട്ടൻ്റെ ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ആക്ച്വലി ഈ വിവ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്കൊരു മനസ്സിലെത്തി. അതായത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ മനസ്സെത്തി. എത്തിയ സമയത്തേക്ക് കാരണം നമ്മൾ ആദ്യം നോക്കുന്ന സമയത്തേക്ക് ഞാൻ ഇതിനകത്തേക്കുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടുന്ന ഒരു പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ആ ഡിസ്കഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മളുടെ ഈ കോഫിയുടെ ക്യാപ്സൂൾസ് ആണ്. അറിയാം. അപ്പൊ ഞാൻ ആക്ച്വലി ഈ കോഫി തന്നു, ഞാൻ ഈ സാധനം ഒരെണ്ണം എടുത്തു. ഞാൻ ഈ ക്യാപ്സൂൾ ഒരെണ്ണം, കാരണം ഓഫീസിലിട്ടുമല്ലോ, കാരണം എൻ്റെ അച്ഛൻ ഹൈ ഡയബറ്റിക്കാണ്, ചേട്ടൻ അറിയാമല്ലോ. അപ്പൊ അച്ഛൻ ഹൈ ഡയബറ്റിക് ആവുന്ന സമയത്തേക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യം നമ്മുടെ ഈ കോഫിയുടെ ഈ സൽസിറ്റാർ എന്ന് പറയുന്ന സാധനം ആദ്യം പരീക്ഷിച്ചത് എൻ്റെ അച്ഛനെയാണ്. അച്ഛനെ പരീക്ഷിച്ച് അച്ഛന് കിട്ടുന്ന ഒരു റിസൾട്ടാണ് എനിക്ക് ബേസിക്കലി എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അച്ഛന് കിട്ടുവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൃത്യമായി പറഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത് എൻ്റെ കേസസിൽ ഞാൻ പറയുകയാണ്. നമുക്ക് ഒത്തിരി കേസസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം ഇത്ര റിസൾട്ട് ഉള്ള ഒരു സാധനം എൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റും. അവിടെ വെച്ച് നമ്മൾ പ്രോഡക്റ്റ് ഫ്രീസ് ചെയ്യാം. അതെ, അല്ല ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം അൻസാർ സാറുമായിട്ടുള്ള നമ്മുടെ കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്കൊരു ഒരു വെൽനെസ് സ്പെക്ട്രത്തിൽ ഒരാൾക്കുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ അയാളൊരു മാസ്റ്ററാണ്. കാരണം അത്രയും ഒരു സുപ്രീം കമാൻഡ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളുമായിട്ട് നമുക്കത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ചോദ്യത്തിനാണ് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടുന്നത്. കാരണം ഇനി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരു കാരണവശാലും നമുക്ക് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പുള്ളിയുടെ ഒരു പാഷനായിരുന്നു അത്. ഏതൊരു സബ്ജക്റ്റും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യപ്പോൾ നമ്മുടെയും എനിക്ക് തോന്നുന്നൊരു 10-12 വർഷത്തെ എക്സ്പീരിയൻസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സാർ അതൊക്കെ വളരെ വളരെ കൺവിൻസിങ് ആയ രീതിയിൽ അന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പല രാജ്യങ്ങളിലേക്കും സാർ സാധനങ്ങൾ പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഏറ്റവും മാസ്റ്ററി സാറിനുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻട്രാക്ഷൻ സമയത്ത് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്, വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ബെസ്റ്റ് പ്രോഡക്ട്സ്. ആ ഒരു ഫീലാണ് എനിക്ക് ആ സമയത്ത് കിട്ടുന്നത്. അതിന് എന്നെ സംബന്ധിച്ചോളം ആ വിവയിലേക്ക് വരാൻ എന്നെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അടുത്ത വേറൊരു വലിയ സംഭവം തരുക, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് വൈ വിവ. ഈ വിവ എന്ന് പറഞ്ഞ സാധനം ഇത്രയും ലെവലിലോട്ട് അല്ലെങ്കിൽ ഈ ലെവലിലോട്ട് എത്തി നിൽക്കും. നമ്മളിപ്പോൾ എത്തി നിൽക്കും. എല്ലാ സംഭവം നമ്മളെല്ലാം കാര്യം പറഞ്ഞാൽ ഒരു സിനിമയെ കാണുന്ന പോലെയാണ്. എല്ലാം ഉണ്ട്. എന്താ അതിനകത്ത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, മാസുണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാ സാധനവും ബേസിക്കലി ഇതിനകത്തുണ്ട്. ഇപ്പം ഇതിനകത്ത് ഞാൻ കണ്ട എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഞാൻ മനസ്സിലാക്കി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വിവയ്ക്ക് ഈ സക്സസ് കിട്ടുന്ന 2 പോയിന്റുകളുണ്ട്. ഒന്ന് അൻസർ സാറിൻ്റെ ഒരു വലിയ എന്താ പറഞ്ഞൊരു മാസ്റ്റർ മൈൻഡ്. സെക്കൻഡ് അഭിലാഷ് ജിയുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതായത് ഈ ഫീൽഡിനെയും ഈ പറയുന്ന എന്താ പറഞ്ഞത് കമ്പനിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ബേസിക്കലി അതാണ് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറുന്ന ഒരു കോമ്പിനേഷൻ. 100% ആ ഒരു സാധനം തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് കാരണം അത്രയും മികച്ച ഒരു ലീഡർഷിപ്പ്, അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിഇഒ, പ്ലസ് നമ്മൾ എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതോ അതിനെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ്, ദാറ്റ് ഈസ് അൻസർ സാറിനെ പോലെയുള്ള ഒരു ചെയർമാൻ. ഇതാണ് ആ കോമ്പിനേഷൻ. ശരിക്കും ഞാൻ നിങ്ങളോട് 100% യോജിക്കുകയാണ്. കാരണം നമ്മൾ ആദ്യമൊക്കെ തുടങ്ങിയ സമയത്ത് കമ്പനിയുടെ പ്രോഡക്ട്സ് പ്ലാൻ നോക്കണം, പിന്നെ അതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയായിരുന്നു നമ്മളന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ശരിക്കും ഇതിലൊക്കെ ഉപരിയായിട്ട് ആരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, ആ ഫൗണ്ടേഴ്സിൻ്റെ വാല്യൂ എന്താണ്, അവരുടെ ആ ഒരു എത്തിക്സ് എന്താണ്, അവരുടെ ആ ക്വാളിറ്റിയിലേക്കുള്ള അവരുടെ ഒരു അപ്രോച്ച് എന്താണ്,
അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ രണ്ട് കേപ്പബിലിറ്റികളുടെ ഒരു എനിക്ക് തോന്നിയൊരു പെർഫെക്റ്റ് ബ്ലെൻഡ് പോലെ എനിക്ക് തോന്നിയത്. കാരണം സാറ് വെൽനെസ്സിൽ ഒരു മാസ്റ്ററാണ്, അതുപോലെ തന്നെ അബി എപ്പോഴും ഒരു ഡയറക്റ്റ് സെല്ലിങ് എങ്ങനെ മുന്നോട്ട് പോകണം, വളരെ ക്ലാരിറ്റി, വളരെ വ്യക്തതയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് വന്നപ്പോൾ തന്നെ അത് ഞാൻ പറയാം, ആ സമയത്ത് ശരിക്കും ഒരു വലിയൊരു കംഫർട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം ഓക്കെ, എന്നാൽ പിന്നെ ഇനി നമുക്ക് നമ്മുടെ 100% ഇവിടെ ചെയ്യാം. ബേസിക്കലി അതിനകത്ത് ഒരാളുടെ കാര്യം 100% നമ്മൾ മെയിൻലി നമ്മൾ ഓർക്കേണ്ടതാണ് ഡോക്ടർ എം ശംസുദ്ദീൻ. ഫൈൻ. അതായത് ആ വ്യക്തിയുടെ ഒരു വിഷനും കൂടെ, അതായത് അതിന് ഏറ്റവും വലിയ സംഗതി എന്താണ്, വൈബ്രന്റ് വിവ എന്ന് പറഞ്ഞ സിസ്റ്റം. അത് ആ ഒരു സാധനത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിനാണ്. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, നമ്മളിത് ഡെവലപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യണം. ആ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണം. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇന്ന് വൈബ്രന്റ് വിവ പോലെ അത്രയും മികച്ച ഒരു സിസ്റ്റം, ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് വേൾഡിൽ ഒരു കമ്പനിക്കും ഇല്ല. ഒരു പക്ഷേ നാളെ ഈ ഇൻഡസ്ട്രിയുടെ ചരിത്രം പറയുമ്പോൾ ഈ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വൻ കമ്പനികളൊക്കെ തമ്മിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം. ഇപ്പോൾ ഉദാഹരണം, വിരാട് കോഹ്ലിയും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ബാബർ അസമോ അല്ലെ അങ്ങനെയുള്ള ഒരു കളിക്കാരൻ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. സെയിം ലൈക്കാണ് ഇപ്പോൾ ഇൻഡസ് വിവ ഇവിടുത്തെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള വേൾഡിലെ ബെസ്റ്റ് കമ്പനീസുമായിട്ട് മാറ്റിവെക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ എഡ്ജ് എന്ന് വരുന്നത് പറഞ്ഞത് നമുക്ക് വൈബ്രന്റ് വിവയാണ്. എന്താണ് അനുചേട്ടാ? 100%. കാരണം ഈ പ്രത്യേകിച്ച് ഷംസാറിന്റെ കോൺട്രിബ്യൂഷൻ, കാരണം ഇങ്ങനെയൊരു ആശയം സാർ മുന്നോട്ട് വെക്കുകയും അതിനു വേണ്ടിയുള്ള എല്ലാ റിസോഴ്സസും സാർ കണ്ടെത്തി ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള ഒരു സിസ്റ്റമാണെന്ന് ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പും ഇപ്പോൾ പല സിസ്റ്റങ്ങളും നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ വൈബ്രന്റ് വിവയുടെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയത് ശരിക്കും ഏറ്റവും മികച്ച സാധനങ്ങളുടെ ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു വൈബ്രന്റ് വിവ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റോബർട്ട് ടി കിയോസാക്കി പറഞ്ഞതുപോലെ പല ആൾക്കാരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസണായി കാണേണ്ടത് അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം വേൾഡിൽ തന്നെ പറയാൻ പറ്റും. കാരണം പല എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും എഫക്റ്റീവായിട്ടും അത്രയും ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ശരിക്കും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിലേക്ക് ഉപരിയായിട്ട് ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്യുക, ഒരു വ്യക്തിയെ ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുക, ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് വൈബ്രന്റ് വിവ. ശരിക്കും നമ്മളെ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിച്ചത് അതിന് 100% വൈബ്രന്റ് വിവയുടെ ഒരു മേജർ റോളുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും അഭിമാനമുള്ളൊരു കേസാണിത്. കാരണം വൈബ്രന്റ് വിവയുടെ പാർട്ടായിട്ട് നിൽക്കുക എന്നുള്ളത്. കാരണം എത്രയോ ആൾക്കാരാണ് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഈവൻ നന്നായിട്ട് ചെയ്യുന്നു, പക്ഷെ അത്രയെങ്കിലും ലെവലിലേക്ക് സക്സസ്ഫുൾ ആയില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, നിങ്ങളുടെ വൈബ്രന്റ് വിവയിൽ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ ഫീൽഡിൽ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി നമ്മുടെ കൂടെ തുടക്കത്തിൽ വന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പുള്ളി വളരെ അട്രാക്റ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പുള്ളി സോളാർ ഫീൽഡിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പുള്ളി പറഞ്ഞത് അന്ന് ആ കമ്പനി പുള്ളി കൊണ്ട് നടക്കാൻ ഏറ്റവും വലിയ പ്രചോദനം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആൾക്കാരെ നമ്മുടെ ബിസിനസ്സിലേക്ക് വളരുന്ന, നമ്മുടെ ബിസിനസ് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും എല്ലാ രീതിയിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തൊരു. നമുക്ക് നക്ഷലായിട്ട് പറയാൻ പറ്റുന്ന സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. CA ആൻസർ, അഭിലാഷ് തോമസ്, വൈബ്രന്റ് വിവ, ദാറ്റ് ഇസ് ലീഡർഷിപ്പ്. ഈ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ബേസിക്കലി ഈ കമ്പനിയുടെ ഇന്നത്തെ സക്സസ്. പക്ഷേ എനിക്കതിനകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ അമരത്താണ് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ആണോ അല്ലേ? തിരിഞ്ഞു നോക്കും, നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മളുടെ ലൈഫ്, ഫാമിലി, ഇനി വരുന്ന ജനറേഷൻസ് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷേ മറിച്ച് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇരിക്കുന്ന സമയത്ത് ചെല്ലുമ്പോഴാണ് നമ്മളുടെ ടെൻഷൻസ് കൂടുന്നത്. സോ വി ആർ ഇൻ ദ റൈറ്റ് ഫീൽഡ്, വി ആർ ഇൻ ദ റൈറ്റ് കമ്പനി, വി ആർ ഇൻ ദ റൈറ്റ് സിസ്റ്റം. ഇപ്പോൾ വൈബ്രന്റ് വിവയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോഴും നമ്മളത് വളരെ അട്രാക്റ്റീവായിട്ടൊരു ക്യാപ്ഷനായിരുന്നു, ഡോണ്ട് ബി ഈവിൾ. അല്ലേ? അന്ന് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയുടെ അന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പ്രോബ്ലം ഈ ഡ്രൈവിംഗ് അറിയാത്തവൻ മറ്റുള്ളവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാലത്തെ അവസ്ഥയാണ് ശരിക്കും പല സിസ്റ്റങ്ങളിലും നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഇത് വ്യക്തമായിട്ട് അറിയില്ല, അവരാണ് മറ്റുള്ള ഡ്രൈവിംഗ് പഠിപ്പിച്ച് ആക്സിഡന്റിലേക്കാണ് സംഭവം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഡോണ്ട് ബി ഈവിൾ, നമ്മൾ ശരിക്കും ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം,
വാല്യൂ ബേസ്ഡ് ആയിട്ട് നമുക്ക് അതിനെ വളരണം എന്നുള്ളതിനൊക്കെ വളരെ വ്യക്തമായുള്ള അടിത്തറ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇൻഡസ് വീവ ബിയോണ്ട് 21st സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. 100%. കാരണം പല ആൾക്കാർ, പക്ഷേ ഇത് കേട്ട ആൾക്കാർക്ക് പലർക്കും ഇത് മനസ്സിലായില്ല ആ ഒരു സമയത്ത്. അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് ഒരുപാട് സമയം എടുത്തു. ഇന്ന് പക്ഷേ ഇപ്പോൾ കാര്യം മാറി കേട്ടോ. ഇന്ന് ഇപ്പോൾ നമ്മൾ 10 വർഷം ആയി നിൽക്കുന്ന ഈ സമയത്ത് പല ആൾക്കാരും എന്നോ ഇങ്ങോട്ട് പറയാറുണ്ട്, അന്ന് നിങ്ങൾ 2014 പറഞ്ഞ കാര്യം ബിയോണ്ട് 21st സെഞ്ച്വറി, ഈ കമ്പനി ഇപ്പോൾ 100 കൊല്ലം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കും തോന്നി തുടങ്ങി. കാരണം ആ ഒരു, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ചാലഞ്ചിലൂടെയൊക്കെ ആ ഒരു സെറ്റ് ബാക്കിലൂടെയൊക്കെ നമ്മൾ പോവുകയും അങ്ങനെ പല കേസുകളും നമ്മൾ ബൗൺസ് ബാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും പറയാം വളരെ സോളിഡാണ്. ഇന്ന് ഇപ്പോൾ നമ്മുടെ ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് അത് നമ്മളെ ഏറ്റവും, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്റ്റ് സെല്ലിംഗ് എന്റർപ്രനേഴ്സ് ആയിട്ട് മാറാൻ ഈ കമ്പനി എല്ലാവർക്കും അവസരം. അതെ മനോജ് ഭായ്, നമ്മുടെ ലീഗൽ ഇഷ്യൂസും സമയത്ത്, കാരണം നമ്മൾ ആ സമയത്ത് മുഴുവൻ ഒരുമിച്ചുണ്ട്, അത് നമ്മൾ ഓരോന്നും അത്ര വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് മനോജ് ഭായ്, നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നു, 100% നമ്മൾ ലീഗലായിട്ട് പോകുന്നു, ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നു, ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ലൈഫുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ആ സമയത്ത് പോലും എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നത്? കാരണം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉറക്കം കെടുത്തിട്ടുണ്ട് ഈ ആ ഒരു തോട്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങളും എന്നോട് ഇതൊക്കെ ഭയങ്കരമായിട്ട് അത് അറിയാമല്ലോ. അന്നത്തെ ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷേട്ടൻ അന്ന് നമ്മുടെ ഇഷ്യൂ നടക്കുന്ന സമയത്തേക്ക് അനീഷേട്ടൻ നാട്ടിലും ഞാൻ ആഫ്രിക്കയിലുമാണ്. അതെ. അപ്പം ഇന്ററാക്ഷൻസിന്റെ ഒരു പ്രശ്നം, കാരണം എനിക്ക് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവലിൽ കൂടെയാണ് അന്ന് ഞാൻ കടന്നു പോയത്. പക്ഷെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷേട്ടാ എവിടെയും വീഴും, എവിടെയും നമ്മൾ ഏറ്റവും നന്നായിട്ട്, നമ്മളിപ്പോൾ നല്ലൊരു ഒരു എന്താ പറയുക, നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെറിയൊരു കല്ല് തട്ടി വേണമെങ്കിൽ നമുക്ക് വീഴാൻ പറ്റും. ആ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുന്നതാണ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിലാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ നിങ്ങളുടെ പറയാം, ഈ നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റ് നമ്മൾ ഒരു ആസിഡ് ടെസ്റ്റ് ആയിരുന്നു, അത് നമ്മൾ വിജയിച്ചു. നമ്മൾ പുറത്ത് വരാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്. അതെ, അതിന്റെ ലോകത്തിലെ ടോപ്പ് റേറ്റഡ് കമ്പനീസിന് സാധിക്കാൻ പറ്റാത്ത സാധനമാണ് വിത്തിൻ നോ ടൈം നമ്മൾ സാധിച്ചെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അൺകമ്പയറബിൾ ആയിട്ടുള്ള സാധനമാണ്. ശരിക്കും ആ കാര്യത്തെ പറ്റിയിട്ട് ശരിക്കും അതാ ഞാൻ പറയുന്നത്. കാരണം ആ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിപ്പോൾ നമ്മൾ അത്ര ഒരു ആഗണിയിൽ, അത്ര ഒരു പെയിനിലായിരുന്നു നമ്മളുള്ളത്. അപ്പം ഞാനപ്പോൾ ചിന്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ആ സമയത്ത് ശരിക്കും ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ് നമ്മുടെ ലോഞ്ച് നിങ്ങൾ ആഫ്രിക്കയിലുമാണ്. അപ്പോൾ ശരിക്കും അതൊരു ഇത്രയും വലിയൊരു പെയിൻ നമുക്ക് വന്നെങ്കിൽ പോലും ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 100%. ഇപ്പോഴത്തെ നമ്മുടെ കോൺഫിഡൻസ് എന്തോന്നറിയാമോ? നമ്മൾ കടന്നുപോയ ആസിഡ് ടെസ്റ്റ് നമ്മൾ ആൾറെഡി തന്നെ എന്താ പറഞ്ഞ, ഇപ്പം അഭിലാഷി ചില സമയത്തേക്ക് സംസാരിക്കുന്ന സമയത്തേക്ക് പറയുന്നത്, എന്തുപോലും ചെക്ക് പോസ്റ്റിൽ എത്തണം, ആരായിരുന്നാലും ഏതുവനായിരുന്നാലും നമ്മൾ കുറച്ച് സ്പീഡിൽ പോയിട്ടാണ് പെട്ടെന്ന് ചെക്ക് പോസ്റ്റ് എത്തി, ചെക്ക് പോസ്റ്റ് കടന്നു. ഇനിയുള്ള നിൽക്കുന്നവൻ എല്ലാവരും കടണം. ഇനി ശരിക്കും നമ്മളെ സംബന്ധിച്ചോളം എക്സ്പ്രസ് ഹൈവേ ആണ് നമ്മൾ ശരിക്കും ആക്സിലറേറ്റ് ചെയ്താൽ മാത്രം. അത് നമ്മളെ സംബന്ധിച്ചുള്ള ആ സെറ്റ് ബാക്ക് നമ്മുടെ ഇന്ന് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് മാറി. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നമുക്ക് നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിവ വൈബ്സിന്റെ ഫ്രണ്ട് പേജ് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ അശ്വിനി കുമാർ ചൗബേ സാറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1996 മുതലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഒരു ഡ്രീമാണ് ഇതുപോലെ ഒരു മിനിസ്റ്റർ, പ്രത്യേകിച്ച് ആ ഒരു പർട്ടിക്കുലർ സെഷൻ, അതിൻ്റെ മിനിസ്റ്ററുടെ ഒരു ഫോട്ടോ ആയിക്ക് ഒരു മാഗസിനിൽ വരിക, അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ നമുക്ക് കിട്ടുക എന്നുള്ളത്, ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത്, എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരേ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻഡസ്ട്രി. വേറെ കേസുണ്ട്, അതിൻ്റെ അകത്തുള്ളൊരു ഇമ്പാക്ട്. അവരെന്ത് വരുന്നൊരു ലെറ്റർ നമുക്ക് നമ്മുടെ പേര് തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കമ്പനിയെ പറ്റി കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. 100%. അവർക്ക് ഈ കമ്പനിയുടെ ഭാവിയിലുള്ള ഡെവലപ്മെന്റ്സിനെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ അവർ തരില്ലല്ലോ. കാരണം ഒരു എന്തോ വലിയ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും കോൺഫിഡന്റ് ആണ്. ദാറ്റ് ഈസ് ഗവൺമെന്റ് കോൺഫിഡന്റ് ആണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോൺഫിഡന്റ് ആണ്. ഈവൻ ഒരു കാര്യം കൂടെ ഞാൻ ചേട്ടത്ത് പറഞ്ഞുതരാം.
നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പോലും നമ്മുടെ കാര്യത്തിൽ കോൺഫിഡന്റ് ആണ് നമ്മളെക്കായും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് അതാണ്. കാരണം നമ്മൾ ഇന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളൊരു വലിയൊരു ലീപ്പിലേക്ക്, ഒരു കുതിച്ചു ചാട്ടത്തിലേക്കുള്ള എല്ലാ കാര്യവും പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, അത് ഗവൺമെൻറ് തലത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ലെവലിലായിക്കോട്ടെ, എല്ലാവർക്കും 100% ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഇൻഡസ് വിവ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനിയാണ്. 100% ലീഗലായിട്ടുള്ളൊരു കമ്പനിയാണ്. ഏതൊരാൾക്കും കരിയറായിട്ട് കൊണ്ടുനടക്കാവുന്ന കമ്പനിയാണ്. 100 കൊല്ലത്തേക്ക് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിഗ് ലീപ്പിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാവും, നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, എനിക്ക് ഇതിനകത്ത് ഒരു അഡീഷണൽ കൂടെ ഉണ്ട് അനീഷേട്ടാ. നമ്മൾ 2021 നിയമം വന്നു. 2021 ശേഷം നിയമം വന്ന സമയത്തേക്ക് ഇന്ന് ആ നിയമം പൂർണ്ണമായി പരിപാലിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൃത്യമായി അതിനെ ഫോളോ ചെയ്യുന്ന വളരെ അപൂർവം കമ്പനികൾ മാത്രമേ. കാരണം ആ ഒരു നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപൂർവം കമ്പനികളിലേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ കമ്പനിയാണ് വിവ. മാത്രവുമല്ല, ഇതിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഇനിയും ഈ സിസ്റ്റത്തിലേക്ക് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സും പ്രൊഫഷണൽസും ആയിട്ട്, അതായത് മാറി നിന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇത് കളി കണ്ടുകൊണ്ട് പുറത്ത് നിന്നത്, അവരിതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല. അവരായിരിക്കും ഇനിയുള്ള ഒരു 5 വർഷം ഈ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന കമ്പനി വിവയാണ്. ഇതിൻ്റെ വേറെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ എല്ലാ കമ്പനികളും ഏതെങ്കിലും രീതിയിൽ റിക്രൂട്ട്മെൻറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് മേടിക്കുക, നിങ്ങൾ ആളെ കൂട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റിന് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ള ഒരേ ഒരു കമ്പനി ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആർക്കും വന്ന് ഇതിൻ്റെ തോടി കയറാൻ പറ്റത്തില്ലല്ലോ. അതേ ഉള്ളൂ അനീഷേട്ട. അതുപോലെ തന്നെ ഞാൻ വേറെ കേസ് പറയട്ടെ. ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഒരു ഞാൻ ഒരു അടുത്തൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇനിയുള്ള ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക് സാവി പിന്നെ ഒരു ക്രൗഡ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് ഇപ്പോഴുള്ള 15 വയസ്സും 20 വയസ്സുമായിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഇനി ഈ ഇൻഡസ്ട്രിയുടെ ബേസിക്കലി നാളത്തെ നട്ടലായിട്ട് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ചിട്ട് ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ അവൻ ഇത് ചെയ്യത്തുള്ളൂ. അവനെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്സ് അല്ലെ ആ ഒരു കോൺസെപ്റ്റിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ വേൾഡിൽ തന്നെ അങ്ങനെ നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയും ഇല്ല ശരിക്കും. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ പല ആൾക്കാരും പ്രോഡക്റ്റ് സെല്ല് ചെയ്യാണ്ട് നമുക്കൊരു ബിസിനസ് സസ്റ്റൈനബിൾ ആവില്ല. പല ആൾക്കാരെയും പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം, ഞാൻ വീട് വിടാൻ കയറി പ്രോഡക്റ്റ് വിൽക്കും. അപ്പോൾ അത് എന്നെ കൊണ്ട് നടക്കില്ല. പക്ഷെ വിവ ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് 12 പ്രോഡക്റ്റോ അല്ലെങ്കിൽ 100 പ്രോഡക്റ്റോ ഒരു മാസം ഈസി ആയിട്ട് സെല്ല് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വലിയ സിസ്റ്റം റെഡിയാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു 80% സെയിൽസ് ഡിജിറ്റലി നടക്കുന്നു പറഞ്ഞ സമയത്തേക്ക് ഞാൻ പോലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇപ്പൊ പലരും ഒന്ന് ചോദിക്കുന്നു, എങ്ങനെ അശ്വിനി കുമാർ ചൗബേജിയുടെ ഫോട്ടോ നിങ്ങളുടെ മാഗസിന്റെ ഫ്രണ്ട് പേജിൽ വന്നു? ഇന്ന് എല്ലാം നമുക്ക് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്നൊരു കമ്പനി, ഈ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി അറ്റ്ലീസ്റ്റ് 50% എബോവ് റീറ്റെയിലിലൂടെ തന്നെ വരണം. നമ്മുടെ 80% അതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ടാണല്ലോ അങ്ങനെ ഒരു സാധനം എഴുതി നമുക്ക് തന്നത്. ഉറപ്പായിട്ടും ചേട്ടാ, അത് ഞാൻ പറയാം. അപ്പൊ അതായത് ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, അതായത് ഇന്ന് നമ്മുടെ ലെവലിൽ എത്തണമെങ്കിൽ മിനിമം അവർക്കൊരു 10 വർഷങ്ങൾ എടുക്കും. ഉറപ്പായിട്ടും അന്നേരം നമ്മളൊരു 25 വർഷം ഫ്രണ്ടിലോട്ട് പോകും. ഇതാണ് നമ്മൾ ഇന്ന് നമ്മളെയും മറ്റുള്ള ആൾക്കാരെയും മറ്റുള്ള കമ്പനീസിനെയും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫാർ ഹെഡാണ്. ലൈക്ക് എന്താ പറഞ്ഞത്, ഇപ്പൊ ടെസ്ലയൊക്കെ മറ്റുള്ള കമ്പനിയിൽ നിന്ന് എത്രമാത്രം ഫ്രണ്ട് നിൽക്കുന്നു അതേപടിയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതെ, ഇപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് അങ്ങനെ തന്നെ കമ്പയർ ചെയ്യാം. ഇപ്പോ ജപ്പാനിലെ സോണി പോലെ, അല്ലെങ്കിൽ ഇപ്പോ ടെസ്ല പോലെ ഈ ഒരു സെക്ടറിൽ, ഡയറക്ട് സെല്ലിംഗ് സെക്ടറിൽ വിവ എല്ലാ കാര്യത്തിലും ശരിക്കും അതേ രീതിയിൽ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനി. ഡയറക്ട് സെല്ലിംഗിൽ ആപ്പിൾ ആണ് ഇൻഡസ്ട്രി. അതെ, അതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള കറക്റ്റ് അല്ലേ? കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇനിയിപ്പോ നമുക്കെല്ലാം നല്ല സെറ്റ് റെഡിയാണ്. എനിക്ക് തോന്നുന്നു 2030 ആകുമ്പോഴത്തേക്ക് വരുന്നൊരു 7 വർഷം ഒരു പക്ഷേ എന്നല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രോത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മിനിമം ഒരു 10,000 കോടി രൂപ, നമ്മുടെ ഒരു സിഇഒയുടെ വിഷൻ, അത് 100% 10,000 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കിയല്ല, 10,000 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഇൻസെന്റീവായിട്ട് കൊടുക്കാൻ പറ്റും. അനിഷേട്ടാ, ഞാൻ അതിനകത്ത് 100%, അതായത് 10,000 കോടിയൊന്നും അല്ല നിഷേട്ടാ. 10,000 കോടി എന്നൊക്കെ ഐ തിങ്ക് ഇറ്റ് ഈസ് എ വെരി നെഗ്ലിജിബിൾ എമൗണ്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ. ദാറ്റ് ഈസ്, അതായത് ഒരാൾക്ക് ഒരു
ഒരു 5 കോടി വരെ എത്താനാണ് പാട്. ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ കമ്പനിക്കോ എന്തോ ആയിക്കോട്ടെ, 5 കോടിയിൽ നിന്ന് അടുത്ത 50 കോടിയും 500 കോടിയും എത്താനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി തന്നെ എന്ത് സംഭവിച്ചു, നമ്മൾ ആ ഒരു ത്രഷോൾഡിലോട്ട് എത്തിക്കഴിഞ്ഞു അനീഷേട്ടാ. ഇനിയുള്ള നമ്മളുടെ ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇനി വരാൻ പോകുന്ന യൂത്ത് ഒരു തെള്ളിക്കയറ്റം തന്നെയാവും. അവിടെ നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയാമോ? നമ്മൾ പക്ഷേ ഇവരുടെ മോളിൽ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ പോലും എന്ത് ചെയ്യും, താഴേക്ക് പോകും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, അവരുടെ ചിന്ത ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണ്. നമ്മൾ പോലും അവരെയാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ ഇന്ന് ടെക്സാവി ആയിട്ട്, ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് ഭാവിയിൽ ആ സാധനങ്ങളൊക്കെ ഒരു സ്റ്റോർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് മൊത്തമാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഒരു 48 രാജ്യങ്ങളിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് കൃത്യമായി എത്തുന്നു. കോങ്കോയിൽ പോലും, അതായത് എന്ത് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, അവിടെ പോലും നമ്മൾ പ്രോഡക്റ്റ് വളരെ കൃത്യമായിട്ട് എത്തിക്കുന്നു. അതിന് ചേട്ടാ ഇപ്പൊ നമ്മളൊരു ഷേപ്പിലേക്ക് വന്നുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ചൈനയില് ഇൻഫിനൈറ്റസ് എന്ന് പറഞ്ഞ കമ്പനി, ഒരു കമ്പനി 4 ബില്യന്റെ ടേൺ ഓവർ ചെയ്യുന്നത്. 4 ബില്യൺ US ആണ് അവരുടെ ടേൺ ഓവർ ചൈനയില്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മുടെ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ടേൺ ഓവർ ഇതുവരെ 2 ബില്യണേ ഉള്ളൂ. ഒരു കമ്പനി ഇവിടെ ഒരു സിംഗിൾ കമ്പനി 4 ബില്യൺ ചെയ്യുന്നു. ഇന്ത്യയുടെ എൻറ്റയർ ടേൺ ഓവർ ആണ് ഈ 2 ബില്യൺ. ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇന്നത്തെ ആ ഒരു നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടുള്ള രീതികൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഇൻഫിനൈറ്റൈസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എത്ര ബിസിനസ് ചെയ്യുന്നു അതിന്റെ മിനിമം 50% ഇൻഡസ്ട്രിയിലേക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നമുക്കിപ്പോ നട്ഷലായിട്ട് നമുക്കിതിപ്പോ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ന് ഏറ്റവും ഭാഗ്യം ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഞാൻ പറയണം, ഞാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അനീഷേട്ടാ. കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി ദ ബെസ്റ്റ്. ഇതിന്റെ ഒരു കാര്യമുണ്ട് മനോജ് ഭായ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഞാനത് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ ഒരുമിച്ച് നല്ല മിടുക്കന്മാരായ ആൾക്കാർ ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നു. പക്ഷേ അവർക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവർക്ക് പലർക്കും ഇൻഡസ് വിയോ പോലൊരു കമ്പനിയിലേക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പല മിടുക്കന്മാരായുള്ള പല കഴിവുള്ള ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു ബ്ലെസ്സിങ്, അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഏറ്റവും വലിയ അടുത്തൊരു ഒറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ലീഡർമാരുടെ കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 ഇയേഴ്സ് ആണ്. മോർ ദാൻ 100 ഇയേഴ്സ്. അതും ഇത്രയും മികച്ച, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനി, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ബിസിനസ് പ്ലാൻ, ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലില്ല, ബേസിക്കലി വേൾഡ് വൈഡ് ഇല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒക്കെ ഫ്യൂച്ചറും നമ്മുടെ ഫാമിലിയുടെയും ഇനി വരാൻ പോകുന്ന തലമുറയുടെയും ഫ്യൂച്ചർ വളരെ അതാണ് ഞാനും അത്. കാരണം ഇപ്പം നമുക്കില്ലാത്ത ഒരുപാട് ചാലഞ്ചുകളിലൂടെ പോകേണ്ടി വന്നു, നമുക്ക് കമ്പനികൾ മാറേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമുക്കൊരു പ്രോമിസ് കൊടുക്കാൻ പറ്റും, അവർക്ക് ഇനി ഒരു കമ്പനി മാറേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഒരു കരിയറായിട്ട് ഒറ്റ കമ്പനിയിൽ അവർക്കൊരു ഒരു ടാറ്റ പോലെ, അല്ലെ അതുപോലെ ക്രെഡിബിൾ ആയിട്ട് ഒരു 100 വർഷത്തേക്ക് അവരുടെ തലമുറകളിലേക്ക് കൈമാറാവുന്ന വലിയൊരു അസറ്റായിട്ട് ഇത് മാറുന്നുണ്ടാവും. ശരി അനീഷേട്ടാ, അപ്പോൾ ഇന്നത്തെ ഇത്ര നേരം പറയാൻ സാധിച്ചത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമായിട്ട് ആയിരിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരണം. ഓക്കെ, താങ്ക് യു അനീഷേട്ടാ, താങ്ക് യു. നമുക്ക് വീണ്ടും ഇത്തരം വീഡിയോ ആയിട്ട് വരണം, ഞങ്ങൾ വരും. താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനോജ്.